ഓക്കെ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു മേപ്പിൾ ടെയിൽസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് 1K ചെറിയ കൈയടി, വലിയ കൈയടി. അപ്പൊ ഓക്കെ, നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ പുത്തൻ ആളുണ്ട്, നമ്മുടെ ക്രൂവിന്റെ ഭാഗമാണ് ഗണേഷ് ഗംഗു. ഗണേഷ് ഗംഗൂസ്, എന്തൊക്കെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഗൈസ് നമുക്ക്. ഓക്കെ, അപ്പം ഗണേഷിനെയാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. പുള്ളി ഇവിടെ നമ്മുടെ നനൈമോലുള്ളതാണ്. പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഇവിടുത്തെ മെയിൻ ആണ്, നനൈമോയുടെ സ്പന്ദനമാണ്, ഡാൻസർ ആണ്, സർവോപരി കണ്ണിലുണ്ണിയാണ്, ഗാനഗന്ധർവനാണ്, കഴിവോളിയാണ്, സർവോപരി ഗാനഗന്ധർവനുമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണെങ്കിൽ ഇവിടെ ഹാർബറിൽ നമ്മൾ ക്രാബിനെ പിടിച്ച് അതിനെ വറുത്തരച്ച് തട്ടാനുള്ള പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ. നമുക്ക് എന്തായാലും വല വീശി നോക്കാം, ക്രാബിനെ കിട്ടുമോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം. കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പോവാണ്. ക്രാബിനെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക് ഗൈസ്. അപ്പൊ എങ്ങനെയായാലും നമ്മളിന്ന് ക്രാബിനെ പിടിച്ച് നമ്മൾ കറി വെച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഹാർബറിലോട്ട് പോവാണ്. അപ്പം നമുക്കിനി ബാക്കി ഭാഗം നമുക്ക് ഹാർബറിൽ കാണാം. അപ്പോൾ നമ്മളിവിടെ ഇന്നൊരു അമ്മാവനോട് സംസാരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറേ നല്ല ക്രാബിനെ പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ക്രാബിങ്ങിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ കേജ് ഇരിക്കുന്നുണ്ടോ, അപ്പോൾ ഈ കേജ് വെച്ചാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഈ കേജിനകത്ത് നമ്മൾ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസീവായ തീറ്റ ഇടും. എന്നിട്ട് ആ തീറ്റ തിന്നാൻ ക്രാബ് വരും. അപ്പോൾ ഇതകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇത് 1 വേ വാൽവ് പോലുള്ളൊരു ഡോറാണ് ഇതിൻ്റെ. അപ്പോൾ അകത്തും തള്ളിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റത്തില്ല. ഈയിടെ എന്തോ ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ട്. കുംഫു പാണ്ട സിനിമയിലൊക്കെ തൂങ്ങി കിടക്കുന്ന ബലൂൺ പോലത്തെ സംഗതി. അത് തന്നെ. ജെവിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന വ്ളോഗറായിരുന്നു. നിങ്ങൾ എന്റെ ജട്ടി കണ്ടോ ഗൈസ്? കണ്ടവർ കമന്റ് ചെയ്യാന്ന്. കാവാലം ഷഡ്ഡികൾ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കോഴിയാണ് ബെയ്റ്റായിട്ട് ഇതിനകത്ത് നമ്മൾ ഇടുന്നത്. ഇത് കോഴിയുടെ ഒരു ഫുൾ കാലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കൂടുണ്ട്. അപ്പോൾ ഈ കൂടിനകത്ത് നമ്മൾ ഈ കോഴി ഇങ്ങനെ ഇടും. അതാണെന്നുണ്ടെ ക്രാബ് കയറി വന്ന് അതിൽ ഇങ്ങനെ നുണയാൻ വരും. നുണയാൻ ക്രാബാണെങ്കിൽ ഇതുവഴി കയറി വരും ക്രാബ് നുണയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് കയറി വരും, അത് നുണയും, പിന്നെ ഇത് പുറത്തോട്ട് തടയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സാധനം പിടിക്കുന്നത്. അപ്പം നമ്മളിത് ഇവിടുന്ന് എടുത്ത് നേരെ വെള്ളത്തിനകത്തോട്ട് നമ്മൾ വീശി എറിയത്തില്ലേ, കയറിൻ്റെ കുരുക്കെടുക്കട്ടെ. ഓക്കെ, എറിയട്ടെ. മാറാ എഴുന്നേറ്റ് പോടാ അവിടെ നിന്ന്. ജോണി കൊതിയാ, വാടാ വന്ന് കൈ നിൽക്കടാ. വാ ഇങ്ങോട്ട് ജോണി, കൊണ്ടുപോ. വന്നിട്ട് കേജ് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് നമ്മുടെ പരിപാടി. അപ്പം 1 മണിക്കൂർ കൊണ്ട് ഈ ക്രാബ് എല്ലാം ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ പിന്നെ വന്നാൽ കേജ് നമ്മൾ കെട്ടിയിട്ടേക്കുന്ന കയറിൽ വലിച്ചു പോക്കാനാണ് പരിപാടി. അപ്പോൾ ഇവിടുത്തെ ക്രാബിങ്ങിൻ്റെ ഒരു റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സർട്ടൻ സൈസ് ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കേജും ഇങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ അവിടെ ആണെങ്കിൽ ഒരു നെറ്റും എറിഞ്ഞിട്ടുണ്ട്. നെറ്റ് നമ്മൾ എല്ലാ 15 മിനിറ്റിനുള്ളിൽ കൂടുതൽ നമ്മൾ വലിച്ചെടുക്കും. കാരണം ഇതിനകത്ത് കയറി ഇത് കഴിച്ച് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കേജിനകത്താണെങ്കിൽ അത് കയറി കഴിഞ്ഞാൽ അതങ്ങനെ ഇറങ്ങിപ്പോകത്തില്ല. പിന്നെ ഇവിടെ ക്രാബ് പിടിക്കുന്നതിന് ചില റൂൾസൊക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ പെൺ ക്രാബുകളെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഉള്ളൊരു ക്രാബ് സൊസൈറ്റിയാണിത്. പെണ്ണിനെയും പിഞ്ചിനെയും നോവിക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ, ആ എക്കോളജി ഒക്കെ ഇവിടെ ഭയങ്കര വിഷയമാണ്. അത് ശരിയാ. രാവിലെ ഈശ്വരനെ നമുക്ക് വേണം. പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം ക്രാബിന് വേണ്ടി നമ്മൾ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണം. പക്ഷേ അപ്പോൾ എന്നാൽ നമ്മൾ പിടിക്കുന്ന ക്രാബ് ആണെങ്കിലും 2 ടൈപ്പ് ക്രാബ് ഉണ്ട് ഇവിടെ. അപ്പോൾ പിടിക്കുന്ന ക്രാബിനാണെങ്കിലും 16 സെൻറ്റിമീറ്ററിന് മേലോട്ടും 11 സെൻറ്റിമീറ്ററിന് മേലോട്ടും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം
അങ്ങനെ 2 ടൈപ്പ് ക്രാബ് ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് പടം ഞങ്ങൾ ഇവിടെ കാണിക്കാം. അപ്പോൾ അതേ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇത് പിടിച്ചുകൊണ്ട് പോകുന്ന ഇവിടെ കൺസർവേഷൻ ഓഫീസർ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. പെണ്ണിനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് അമ്മമാർ പിടിക്കും, ഈ ക്രാബിൻ്റെ കുണുക്ക നോക്കും. അന്നേരം നോക്കിയിട്ട് ഇത് പെണ്ണാന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ നമ്മൾ അമ്മച്ചിയാണെങ്കിൽ പിടിച്ച് പെറ്റി അടിച്ച് മുള്ളിപ്പിച്ച് വിടും. അതുകൊണ്ട് അമ്മമാർ പരിപാടിക്കൊന്നും പോകല്ലേ, ആണുങ്ങളെ മാത്രം പിടിക്കുക, സൈസ് കൂടിയത് മാത്രം പിടിക്കുക. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ ക്രാബിനെ ചുമ്മാ നമുക്ക് പിടിക്കാനും പറ്റില്ല, എല്ലാത്തിനും ലൈസൻസ്. ശരി അത് വേണം. അതുകൊണ്ട് എനിക്കൊന്നും $45 എന്താണ് 45 എത്രയാണെന്ന് തോന്നുന്നു. ഈ ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, പൈസ കൊടുക്കുക, അത് തന്നെ പേര് മാത്രമേ ഉള്ളൂ ലൈസൻസിങ്. അവർക്ക് പൈസ കൊടുക്കുക, ആവശ്യം പോലെ ക്രാബിനെ പിടിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു പെർ ലൈസൻസിന് 4 ക്രാബ് വെച്ചാണ് പെർ ഡേ അല്ലേ, ഒരു ദിവസം. പിന്നെ നമ്മൾ ഇല്ലീഗലായിട്ട് ക്രാബിനെ ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ? ഇല്ല ഞങ്ങൾ കൊണ്ടുപോകത്തില്ല. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗണേഷിൻ്റെ ഇരിക്കുന്ന സാധനം വെച്ചാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ക്ലാം ഷെല്ല് പോലത്തെ ഒരു ടൈപ്പ് ഡിവൈസ് ആയിട്ടോ. അപ്പോൾ നമ്മൾ എറിയുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതങ്ങ് തുറക്കും ഇതങ്ങ്. അപ്പോൾ ഇതിനകത്തോട്ട് വന്ന് ക്രാബ് കയറും. പിന്നെ നമ്മൾ വലിക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങ് അല്ലേ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഒന്ന് എറിയും. പക്ഷേ ഇത് നമ്മളൊരു 15 മിനിറ്റുള്ളിൽ നമ്മൾ വലിച്ചു കയറ്റും. പക്ഷേ നമ്മൾ ഇട്ടേക്കുന്ന കേജ് ഉണ്ടല്ലോ അത് 1 മണിക്കൂർ ഇടും. കാരണം ഇതിനകത്ത് കയറിയ ക്രാബിന് പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ ഗണേഷ് ഒന്ന് വലിച്ചു നിറഞ്ഞ്. നൈസ്, അത് മതി. ഓക്കെ, അപ്പോൾ നമ്മളത് വിട്ടിട്ടുണ്ട്. നമ്മുടെ കേജ് ഒന്ന് കേജും പോട്ടെ, നെറ്റ് ഒന്ന് വലിച്ചു നോക്കുവാണ്. ഇത് പെണ്ണാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു ക്രാബിനെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എടാ ഞുണുങ്ങാതിടാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ നീളത്തിലിരിക്കുന്നതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങളാണ് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീഴണം കേട്ടോ, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. അതപ്പം പോയി. അപ്പോൾ നമ്മൾ കേജ് 1 മണിക്കൂർ ആയില്ല, പക്ഷേ എന്നാലും നമ്മളൊന്ന് വലിച്ചു നോക്കുക. കാരണം ഞങ്ങളിത് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വലുത് വല്ലതും കിട്ടുവാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ ഈ കേജ് ഇവിടെ തന്നെ ഇട്ടേക്കാൻ പോകും. പിന്നെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. വെയിറ്റൊക്കെ ഉണ്ട്. അത് വെള്ളത്തിൽ കേജ് വലിക്കുമ്പോൾ വെയിറ്റ് തോന്നുമല്ലോ. പക്ഷേ എന്നാലും ഒരു 3-4 കാണും, ചെറുതായിരിക്കും. ഇല്ല പോത്തൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം ചെറുതാ. അത് വലുതാ, അതിനെ എടുക്കാം. അപ്പം ഗൈസ് നമുക്കിവിടെ ഇതിനകത്ത് നമുക്കൊരു 4 ക്രാബിനെ കിട്ടിയിട്ടുണ്ട്. 3 എടുക്കാൻ പറ്റില്ല, ഒരെണ്ണത്തിന് എടുക്കാം. ഇത് കണ്ടോ, ഇതും ആണാണ്. കാരണം ഈ ഷേപ്പ് ഉണ്ടോ, ഇത് ഡിഫറെൻറ്റാണ്. ഇവൻ്റെ ശുണ്ണിയുടെ ഷേപ്പ് ഡിഫറെൻറ്റാണ്. നമുക്ക് അവനെ എടുക്കാൻ പറ്റില്ല, അവൻ പോട്ടെ. പിന്നെ അടുത്തതിനെ എടുക്കാം. ഇതിങ്ങനെ നമ്മൾ ചരിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരേണ്ടതാണ്. അതിനെ എടുക്കാം നമുക്ക്. മണിക്കൂറുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നൊന്നിനെ എടുത്ത് അയ്യത്ത് കളയുന്നു. That one's good, I think. Yeah, this one's good. Okay. നമുക്ക് 4 ലീഗൽ സൈസിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ലൈസൻസ് കൂടെ എടുത്തിട്ട് ഒരു 4 കൂടെ പിടിക്കാൻ പോകണം. കാരണം നമുക്കിനി സമയമുണ്ട്. അപ്പോൾ അതാണ് പ്ലാന്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫുൾ ടീം അല്ല, എല്ലാവരും എത്തിയിട്ടില്ല. പക്ഷേ ഉള്ളവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഷേബെ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോറി, നന്ദനെ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും നന്ദന കൂടെ ഉണ്ടായിരുന്നു, ഷേബ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പ്രതീഷ്, നമ്മുടെ ഇവിടുത്തെ നനൈമൂലെ തരംഗം, ഈ വീടിന്റെ ഗ്രഹനാഥൻ പ്രതീഷ്, സ്പന്ദനം. ഇവിടത്തെ നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ പഞ്ചാബി ആവട്ടെ, കേരളക്കാരാവട്ടെ, ഇവിടത്തെ എല്ലാവർക്കും ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പ്രതീഷ് എന്നാണ് വായി വരുന്നത്. പിന്നെ നമ്മുടെ പ്രതീഷിന്റെ പ്രിയ പത്നി ആതിര. ഇങ്ങോട്ടൊരു ആതിര ഉണ്ട്. അടുത്ത ഗണേശനെ പിന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹാഫില് ഉണ്ടായിരുന്നു. അതെ, ഗണേശനെ പറയേണ്ട കാര്യമില്ല, ഞാനങ്ങോട്ട് മാറിയിക്കാം. അപ്പം അഞ്ചു പോരെ. ഗണേഷിന്റെ പ്രിയ പത്നി അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് പിന്നെ കാണിച്ചു തരാം. അയ്യോ, അഞ്ചു ഇങ്ങു. ഓക്കെ, അതെന്തോ പുറത്തപ്പെട്. ഓക്കെ, അപ്പൊ ഇത് അഞ്ചു ഇവിടെ ഉണ്ട്. ഇത് ജെമി, ഇത് ജെമിയുടെ വൈഫ് ബേസിൽ. പെട്ടെന്ന് വാ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരെയും അറിയാലോ.
വർഗീസിന് പിന്നെ ഭാര്യയും ഭർത്താവൊന്നും ഇല്ല. ഇല്ല. പിന്നെ ജെബിനെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ജെബിനെ എല്ലാവർക്കും അറിയാം. സൂപ്പ് ജെബിൻ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇതിനെ കശാപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കാലിന്റെ ഇതൊക്കെ അങ്ങ് മാറ്റാല്ലേ? അല്ലേ? ഇത് പ്രതീക്ഷിന്റെ അമ്മയാണെങ്കിൽ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്ത വെട്ടോത്തിയാണ്. ദോഷം പറയല്ലോ, നല്ല മൂർച്ച. ഒറ്റ വെട്ട് വെട്ടി കഴിഞ്ഞ് രണ്ട് പീസായിട്ട്. ഓക്കെ, ക്ലീനിങ് ഓക്കെ. നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. ഇതിനൊരു സ്റ്റൈലില് ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങ വറക്കുവാണ്. നമുക്ക് സൈഡില് കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇവിടെ ഇട്ട് വഴറ്റാം. അപ്പൊ അത് ചൂടായിക്കോട്ടെ. റെഡി. നമ്മളിപ്പം നമ്മുടെ ഈ ഒരു സൈഡിലുള്ള പാത്രത്തിനകത്ത് കൊച്ചുള്ളി, കടുക്, കരിവേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ചതച്ച പച്ചമുളകുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റിയെടുക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അടുത്ത് നമ്മൾ വറുത്തെടുക്കുന്ന തേങ്ങയ്ക്കകത്ത് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്, കാശ്മീരി ചില്ലി. ഇനിയും കുറച്ച് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇടാം. ഇതിനകത്തേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള അങ്ങോട്ട് നല്ല നൈസായിട്ട് ആഡ് ചെയ്ത് ഫുള്ള് നമ്മൾ ഇനി ഇത് വഴറ്റി വറുത്തെടുക്കണം. ായിട്ട് നമ്മൾ ലേശം ഗരം മസാല. ഇത് ആ പൊന്നിവിടെ വീട്ടില് പൊടിച്ച ഗരം മസാലയാ. ഓ, ആ മണം കിട്ടിയാൽ തന്നെ അറിയാം, നല്ല യമക്കിൻ സാധനം. അപ്പൊ ഇച്ചിരി ഗരം മസാല വെക്കട്ടെ. മുളക് പൊടി, തീ ഇച്ചിരി കുറച്ച് കേട്ടോ. ഓ, നല്ല ഫ്രഷ് മല്ലി. എല്ലാം കൈയളവാട്ടോ. എല്ലാത്തിനും നമുക്കൊരു കൈയളവാ. കാരണം നമ്മള് അത്രയ്ക്കേ ഉള്ളത്. ഇതാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് കറിയുടെ ഇത് നോക്കിയിട്ട് അവസാനം ഉപ്പ് ആഡ് ചെയ്യാം. തേങ്ങ നമ്മുടെ അരപ്പ് വറന്നു വന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചു. ഉലുവപ്പൊടിയുടെ ലേശം ഉലുവപ്പൊടി കൂടി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിനകത്ത് തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിപ്പോ ഇളക്കി എടുക്കുവാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഇച്ചിരി മല്ലിപ്പൊടി, ലേശം മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി, ഓക്കെ, കുരുമുളക് പൊടിക്ക്, ഇത്തിരി ഗരം മസാല. ഇനിയിപ്പോ വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളം ആഡ് ചെയ്യുക, ഞണ്ട് ആഡ് ചെയ്യുക. എന്താണ് ചൂടായി കഴിയുമ്പം ആ തിളച്ച വെള്ളം ആഡ് ചെയ്യുക. പിന്നെ ഞണ്ട് കിടന്ന് തിളച്ച് കൊതകാന്ന് വരും. അന്നേരം നമ്മൾ നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ്. അരപ്പ് ഗണേശാനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ സോറി, അഭിജയ അരച്ചു വെച്ചിട്ടുള്ള. അപ്പം ഭാര്യ ഭർത്തുക്കൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അടിപൊളി സെറ്റ്. അങ്ങോട്ട് നമ്മള് തേച്ചങ്ങോട്ട് പിടിപ്പിച്ചേച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനകത്തോട്ട്. ഇനി ഇത് ഞണ്ട് വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ അങ്ങോട്ട് തിളക്കട്ടെ. കുടംപുളിയുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ചെറിയൊരു പുളി വരാനായിട്ട്. തിളച്ച് വരാനായിട്ട് നമുക്ക് ഇതങ്ങ് വൃത്തിയായിട്ട് അടച്ചങ്ങ് വെക്കാം. ഓക്കെ സെറ്റ്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇട്ടിരിക്കട്ടെ. കൊഴുത്ത്
യെസ്, ഇതുപോലൊരു വലിയ പാത്രം കിട്ടിയോണ്ടാണ് നമ്മുടെ പ്രതീക്ഷിന് അമ്മ തന്നിട്ട് ഏറ്റവും വലിയൊരു പാത്രം കിട്ടിയോണ്ടാണ് നമുക്കിത് ഓക്കെ. അപ്പൊ ഇനി ഇതെടുത്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പിടിച്ച നമ്മുടെ ഡഞ്ചനസ് ക്രാബ് നമ്മള് വറുത്തരച്ച് കറിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറി, വറുത്തരച്ച ക്രാബ് കറി. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രതീക്ഷ ഇവിടാണെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. പൊറോട്ട ചൂടാക്കുന്നുണ്ട്. അഭിപ്രായം നല്ല പൊറോട്ട അത്. ഞാൻ കാണട്ടെ, തിന്നുന്ന കാണട്ടെ. കൊള്ളാവോ? ചൂടൊന്ന് മാറിയിട്ട് ആണോ? ചുമ്മാറുന്നല്ല നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീല്. ഇത് മറ്റേ നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണോ? ഞങ്ങളുടെ ഫേമസ് പൊറോട്ട പ്രത്യേകിച്ച് കുട്ടനാട്ടത്. അപ്പം ഇവിടുന്ന് കഴിക്കുന്ന അതേ ഫീൽ തന്നെ. ആണല്ലേ? ഇല്ല, കാരണം ആദ്യം എനിക്ക് ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. ചൂടായോണ്ട് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നാളെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി. ഇല്ലല്ലേ? അത്ര ഇരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഞാന് പൊറോട്ടയുടെ ഭാഗേ അണ്ണാക്കിനങ്ങ് ഒട്ടി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങ് ഹാർബറിൽ ചെന്ന് ക്രാബിങ് മുതൽ ആ ക്രാബിനെ അടിച്ച് കറിയാക്കിയേക്കുന്നവരെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചപ്പോഴത്തേക്ക് ശ്രീജിത്തിന്റെ വളരെ നന്നായിട്ടൊരു കറി ആയിരുന്നു. ഈ ബാക്കി എല്ലാവരും കൂടെ കഴിച്ചിട്ട് പറയും. അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്യാമല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. മറ്റേ അത് വേണമെങ്കിൽ എന്താ നിങ്ങൾ ആ ബെല്ലൈക്കൺ ടിങ് കൂടെ ഒന്ന് അമർത്തിയേര്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ. വണക്കം.